വന്നിട്ടുള്ളത് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല, ഡിന്നർ ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാം, വേണമെങ്കിൽ ലഞ്ച് ആയിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ആദ്യം തന്നെ 1 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. നമ്മളിവിടെ അരക്കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് കേട്ടോ പച്ചരി എടുത്തത്, അതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആവശ്യമായിട്ടുള്ളത് നമ്മൾക്ക് തോരൻ പരിപ്പാണ് കേട്ടോ. തോരൻ പരിപ്പ് നമ്മളിതാ ഒരു 1/4 കപ്പ് അളവിന് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പച്ചരിയും തുവരം പരിപ്പും ഒരു ബൗളിലേക്ക് ഒന്നിച്ച് തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് 2-3 പ്രാവശ്യം നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 5 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽമുളകും നല്ലോണം കഴുകിയിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ പരിപ്പും പച്ചരിയും ഒക്കെ നല്ല അടിപൊളിയായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കപ്പ കേട്ടോ. കപ്പ, ഞങ്ങളുടെ നാട്ടിൽ ഇത് പൂളക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ പൂളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. പൂളക്കിഴങ്ങ് കൊള്ളി എന്നൊക്കെ പറയില്ല, അതന്നെ. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള പൂളക്കിഴങ്ങ് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ, കപ്പ എടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഒരു 1/4 കിലോനോളം നമ്മൾ പൂളക്കിഴങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് നമ്മളിത് മിക്സിയിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തതാണ്. നല്ല പോലെ ഗ്രേറ്റ് ചെയ്ത പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലപോലെ പൾസ് ചെയ്തെടുത്തിട്ടുള്ള കപ്പയിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പരിപ്പും പച്ചരിയും അതുപോലെ വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടില്ലേ, ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് അരച്ചെടുക്കണം. ഇനി നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും ഈ ഒരു അടദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് സവാള നന്നായിട്ട് ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഇതുപോലെ തന്നെ ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് ഈ ഒരു ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മളൊരല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഇതൊരു നല്ല കളറായിട്ടുണ്ടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്നത് നല്ലതാണല്ലോ. അപ്പം ഞാനിത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അതൊന്ന് കലങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടദോശ ഉണ്ടാക്കിയെടുക്കാം. നല്ല ചൂടായിട്ടുള്ള ഇരുമ്പ് തവയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ 2 തവി മാവ് നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കാം. സാധാരണ അടദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുക. കാരണം നല്ല നൈസായിട്ട് പരത്തിയെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകാനായിട്ട് ചാൻസസ് ഉണ്ട്. മാത്രമല്ല നമ്മളിതിൽ ഓണിയനൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ട് തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ കിട്ടുക കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനിത് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ്ക്ക് പകരം ബട്ടർ ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നെയ്യും ബട്ടറൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതേ നമ്മുടെ അടദോശ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞ് വന്നതിന് ശേഷം തിരിച്ചിട്ടിട്ടുണ്ട്. ആ ഭാഗവും 2 ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ അടദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കപ്പ വെച്ച് ഉണ്ടാക്കിയ അടദോശയാന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. താങ്ക് യു.